മറ്റൊരു കൗതുകമുള്ള വാർത്ത സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് സോഷ്യൽ മീഡിയയൊക്കെ പറയുന്നത്. വാർത്ത മറ്റൊന്നുമല്ല, രസകരമാണ്. അങ്ങനെ ചിന്തിച്ചപ്പോൾ രസകരമാണ് അത്. പിണറായി വിജയൻ എന്തായാലും ധർമ്മടത്ത് ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. പക്ഷേ 10,000-ന് താഴെ ആവുമെന്നാണ് എതിരാളി അവകാശപ്പെടുന്നത്. എന്തായാലും ജയിക്കും പിണറായി വിജയൻ. അതിനകത്ത് കാര്യം, കഴിഞ്ഞ പ്രാവശ്യം വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച ആളാണ്. അപ്പോൾ എന്തായാലും പിണറായി വിജയൻ ജയിക്കാനല്ല, മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് അല്ലേ, ജയിക്കാനെല്ലാം സാധ്യതയുണ്ട്. പക്ഷേ പിണറായി വിജയൻ ജയിച്ചാലും UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ സതീശനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ, കെ.സി. വേണുഗോപാലില്ല, ഇപ്പോൾ പിക്ചറിൽ നിന്ന് മാറിയല്ലോ, ഇവരിൽ ആരെങ്കിലും ഒരാൾ, മിക്കവാറും സതീശനായിരിക്കും. ലീഗും ഒക്കെ പറഞ്ഞ് VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന, വളരെ താരതമ്യേന ജൂനിയറായിട്ടുള്ള VD സതീശൻ, പാർലമെൻ്റ് രംഗത്ത് ജൂനിയറായിട്ടുള്ള, പിന്നെ വയസ്സ് കൊണ്ടൊക്കെ ജൂനിയറായിട്ടുള്ള VD സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കും, അല്ല മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വളരെ സീനിയറായിട്ടുള്ള പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. എന്നാൽ പിന്നെ ജയിക്കുന്ന ബാലഗോപാലിനെയോ, ജയിക്കുമെന്ന് വിചാരിക്കുന്ന ബാലഗോപാലിനെയോ ആരെങ്കിലും, KN ബാലഗോപാൽ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പിന്നെ വെറും ഒരു MLA ആയി പിണറായി വിജയൻ തുടരാനുള്ള സാധ്യതയും കാണുന്നില്ല. അവിടെയാണ് കൗതുക വാർത്തയുടെ പ്രത്യേകത. അങ്ങനെ പിണറായി വിജയൻ ഗവൺമെൻറ് വരാതിരിക്കുകയും പ്രതിപക്ഷ നേതാവായി മറ്റാരെങ്കിലും കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ സ്വരാജിനെ നിയമസഭയെ കൊണ്ടുവരാനൊരു ശ്രമം നടത്തും. അങ്ങനെയാണെങ്കിൽ ധർമ്മടത്ത് പിണറായി വിജയൻ രാജിവെക്കുകയും പിന്നെ അദ്ദേഹം വിശ്രമ ജീവിതവും മറ്റുമൊക്കെ നയിച്ച് അദ്ദേഹം രാജിവെക്കുകയും, പോളിറ്റ് ബ്യൂറോയിൽ മാത്രം തുടർന്നുകൊണ്ട് അദ്ദേഹം രാജിവെക്കുകയും M സ്വരാജിനെ അവിടെ ജയിപ്പിച്ച് ധർമ്മടത്ത് നിർത്തി, സ്വാഭാവികമായിട്ട് ധർമ്മടത്ത് ജയിക്കാൻ സാധ്യതയുണ്ട്, പ്രതിപക്ഷത്താണെങ്കിലും ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ M സ്വരാജിനെ അവിടെ നിന്ന് നിയമസഭയെ കൊണ്ടുവന്ന് M സ്വരാജിനെ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ ഉപനേതാവോ ഒക്കെ ആക്കി M സ്വരാജിനെ നിയമസഭയിലെത്തിക്കുക എന്നൊരു അജണ്ട CPM-നകത്ത് കറങ്ങുന്നതായി കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു വരാൻ സാധ്യതയുള്ള ഒരു പ്രോബബിലിറ്റിയാണ്, ഒരു പ്രവചനമാണ് പലരുടെയും. അങ്ങനെയാണെങ്കിൽ പിണറായിയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കൂടി 6 മാസത്തിനകത്ത് നടക്കും. LDF ജയിക്കാൻ സാധ്യത, LDF മുന്നണി വന്നില്ലെങ്കിൽ M സ്വരാജിനെ പിണറായിയിൽ നിർത്തി അസംബ്ലിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാര്യവും നടന്നേക്കാം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു രസകരമായ കാര്യം, 69 സീറ്റുകൾ തന്നെ എക്സിറ്റ് പോളുകൾ പറയുന്നുണ്ടല്ലോ. ഗോവിന്ദ മാഷിൻ്റെ ഒരു കണ്ടുപിടുത്തം, ഡ്രിൽ മാഷാണ് അദ്ദേഹം, അങ്ങനെ അതുകൊണ്ട് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും കണക്കൂട്ടി ഒപ്പിച്ചുകൊണ്ട് വരും. 2 അടി കൊടുത്തെങ്കിലും പിള്ളേരെ ശരിയാക്കി എടുക്കും എന്ന് പറയുമ്പോൾ ഡ്രിൽ മാഷല്ലേ. അദ്ദേഹം പറഞ്ഞു 69 മറ്റവർ പറഞ്ഞല്ലോ, ആര്, ഈ എക്സിറ്റ് പോളുകാർ. പിന്നെ 2 അല്ലേ വേണ്ടി, അതിപ്പോൾ BJP ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് 2 പേരെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ, കേരള കോൺഗ്രസിൽ നിന്നോ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് 2 പേരെ വിളിച്ചാൽ പോരെ, നമ്മുടെ പാർട്ടിയിലേക്ക് വരൂലേ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലേക്ക് വരൂലേ. അങ്ങനെ നമുക്ക് 71 ആക്കി കൂടെ, മന്ത്രിസ്ഥാനം എങ്ങനെ കൊടുത്താൽ പോരെ 2 പേർക്ക് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞങ്ങൾ 71 ആക്കുമെന്ന് പറഞ്ഞ് മാന്ത്രിക നമ്പറിൽ പോകും എന്നാണ് ഗോവിന്ദ മാഷ് തള്ളിയിട്ടുള്ളത്. എന്തായാലും വളരെ വലിയ ഒരു ചോദ്യമാണ് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? ഇനി UDF ആണ് തോറ്റു പോവുകയാണെങ്കിൽ, അവർ തോക്കാനൊരു സാധ്യതയില്ലെന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ കാൽക്കുലേഷൻ. ഒരു പക്ഷേ ഏതെങ്കിലും നിലയിൽ LDF 74, 75, 72 സീറ്റിലൊക്കെ LDF വന്നാൽ വനവാസത്തിന് പോകുന്നത് ആരായിരിക്കും? പോകും, അല്ലെങ്കിൽ പാർലമെൻ്ററി പ്രതിപക്ഷ നേതാവാകാൻ എന്തായാലും VD സതീശനില്ല. അപ്പോൾ അവിടെ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്? ഇനി VD സതീശൻ കയറി രാജിവെക്കുമോ? അങ്ങനെയാണെങ്കിൽ പരവൂരിൽ നിന്ന് പുതിയ MLA ഉണ്ടാകുമോ? അങ്ങനെ വളരെ കൗതുകമുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് നാളത്തെ തെരഞ്ഞെടുപ്പ് ഫലം അവസരമൊരുക്കുന്നുണ്ട്. എന്തായാലും സ്വരാജിൻ്റെ സമയം തെളിഞ്ഞുവോ? പിണറായി വീട്ടിലിരിക്കുമോ? പാർട്ടി പ്രവർത്തനം മാത്രമായി, പോളിറ്റ് ബ്യൂറോ അംഗം മാത്രമായി പാർട്ടിയിൽ തുടരുമോ? അതേസമയം M സ്വരാജ് അവിടെ 6 മാസത്തിനകത്ത് മത്സരിച്ച് MLA ആയി നിയമസഭയിലെത്തുമോ? ഇതാണ് വളരെ കൗതുകമുള്ള രസകരമായ ഒരു ചോദ്യം. ഇതിനിടയിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ വരുന്നു. BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞിടത്തുനിന്ന് മാറി BJP അക്കൗണ്ട് തുറക്കുമെന്ന് പലരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വളരെ രസകരമാണ് ഈ കാര്യങ്ങൾ, വളരെ മനോഹരമായിട്ടുണ്ട്. തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന അതികായകൻ്റെ പതനമാണോ, 3ാം ഉയർത്തെഴുന്നേൽപ്പാണോ എന്നുള്ളത് നാളെ ഈ സമയം കഴിയുമ്പോൾ വളരെ കൃത്യമായി 1 മണി ആകുന്നു, 12 മണി ആകുന്നു, 12:15 ആകുന്നു, കൃത്യം നാളെ അറിയാൻ പറ്റും. കേരളത്തിലെ ട്രെൻഡ് UDF ട്രെൻഡാണോ LDF ട്രെൻഡാണോ, പപ്പടം പോലെ ഏത് മുന്നണിയാണ് നാളെ പൊടിയുന്നത്? അതിനിടയിൽ BJP എത്ര സീറ്റ് പിടിക്കും? BJP നിർണായകമാകുമോ? ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നത്. പ്രതിപക്ഷ സ്ഥാനത്തായിപ്പോയാൽ, അല്ലെങ്കിൽ പ്രതിപക്ഷത്തായാൽ പിണറായി വിജയൻ മാറും, പകരം സ്വരാജ് വരും. അങ്ങനെയാണെങ്കിൽ പുതിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ഉദയം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. സ്വരാജ് അസംബ്ലിയിലേക്ക് എത്തിയാൽ
അദ്ദേഹത്തിന് കൃത്യമായ ഡെപ്യൂട്ടി സ്പീക്കറിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ വിപ്പിൻ്റെയോ എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ടോ എന്തായാലും സ്വരാജ് അസംബ്ലിയിലേക്കും പിണറായി വീട്ടിലേക്കും.